ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ വൈരങ്ങളിലൊന്നാണ് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. വിവാദമായ ദൈവത്തിന്റെ കൈയെന്ന് പേരുകേട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് മുമ്പ് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴായിരുന്നു. ഇത്തവണ സെമിയിൽ ഇരു ടീമുകളും നേർക്കുനേർ പോരാടുമ്പോൾ ആരാധകർ ആശങ്കയിലും ആവേശത്തിലുമാണ്. ലോകകപ്പ് സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ചരിത്രത്തിൽ ഇടം പിടിച്ച പോരാട്ടത്തിന്റെ ആവർത്തനമാകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഫോക്ലൻഡ് യുദ്ധത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്ന 1986 മെക്സിക്കോ ലോകകപ്പ് ക്വാർട്ടർ ഫൈനലാണ് ഈ ചരിത്ര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അന്നത്തെ ക്വാർട്ടർ ഫൈനൽ ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കാത്ത മത്സരമാണ്. കാൽപന്തിന്റെ ഇതിഹാസം ഡീഗോ മറഡോണയുടെ വിവാദമായ ദൈവത്തിന്റെ കൈ എന്ന് പേരുകേട്ട ഗോളും പിന്നീട് നൂറ്റാണ്ടിന്റെ ഗോൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മാന്ത്രിക ഗോളും പിറന്നത് ഈ മത്സരത്തിലായിരുന്നു. മത്സരത്തിന്റെ 51-ാം മിനിറ്റിൽ ഡീഗോ മറഡോണ ഉയർന്നു ചാടി തന്റെ കൈകൊണ്ട് പന്ത് ഇംഗ്ലീഷ് വലയ്ക്കുള്ളിലേക്ക് തള്ളിയിട്ടു എന്നതായിരുന്നു വിവാദമായിരുന്നത്. റഫറിയുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഈ ഗോൾ അർജന്റീനയ്ക്ക് അനുകൂലമായി അനുവദിക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ കൈ എന്ന് ആ വിവാദ ഗോൾ അറിയപ്പെട്ടു. എന്നാൽ ആദ്യ ഗോളിന്റെ വിവാദങ്ങൾ അടങ്ങും മുൻപ് 55-ാം മിനിറ്റിൽ മറഡോണ ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ച ആ മാന്ത്രിക ഗോൾ നേടി. പകുതിയിൽ നിന്ന് പന്ത് ലഭിച്ച മറഡോണ ഇംഗ്ലണ്ടിന്റെ 5 പ്രതിരോധ നിരക്കാരെയും ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടനെയും മറികടന്ന് പന്ത് ഇംഗ്ലണ്ടിന്റെ വലയിലാക്കി. 1-2 ഗോളുകൾക്ക് അർജന്റീന ഈ മത്സരം വിജയിക്കുകയും പിന്നീട് ആ വർഷത്തെ ലോകകപ്പ് കിരീടം ചൂടുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് 1966 ക്വാർട്ടർ ഫൈനലും വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് 1-0 അർജന്റീനയെ തോൽപ്പിച്ചു. അർജന്റീന ക്യാപ്റ്റൻ അന്റോണിയോ റാറ്റിന്റെ ചുവപ്പ് കാർഡ് ഏറെ ചർച്ചയായിരുന്നു. അതേസമയം 1998 റൗണ്ട് ഓഫ് 16 ഇംഗ്ലീഷ് താരം ഡേവിഡ് ബെക്കാം ചുവപ്പ് കണ്ട് പുറത്തായ മത്സരത്തിൽ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിജയം പിടിച്ചെടുത്തു. അതേസമയം കാലം കാത്തുവെച്ച പോലെ 2002 ഗ്രൂപ്പ് ഘട്ടത്തിൽ ബെക്കാമിന്റെ പെനാൽറ്റി ഗോളിലൂടെ ഇംഗ്ലണ്ട് അർജന്റീനയെ 1-0 പരാജയപ്പെടുത്തി തിരിച്ചടി നൽകി. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ മൈക്കൽ ഓവനെ അർജന്റീന ബോക്സിൽ വീഴ്ത്തിയതിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാം ഗോളാക്കി മാറ്റുകയായിരുന്നു. ഈ വിജയം 1998 ലോകകപ്പിൽ അർജന്റീനയോടേറ്റ തോൽവിക്കും ബെക്കാമിന് നേരിടേണ്ടി വന്ന റെഡ് കാർഡ് വിവാദത്തിനും മധുരമായ പ്രതികാരമായി മാറി. ഇത്തവണ ആവേശകരമായ ഏറ്റുമുട്ടലാകും ഇരു ടീമുകളും കാഴ്ചവെക്കുക. ഇത്തവണ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീന സ്വിറ്റ്സർലൻഡിനെ അധിക സമയത്ത് കീഴടക്കിയാണ് സെമിയിലേക്ക് മുന്നേറിയത്. അതേസമയം നോർവേയെ അട്ടിമറിച്ചാണ് ഇംഗ്ലണ്ട് സെമി ഫൈനൽ ബെർത്ത് ഉറപ്പിച്ചത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.